സോ നമ്മൾ സ്കെയിലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അറിയാലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ സ്പീഡ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് divided by time. Velocity ആണെങ്കിൽ displacement divided by time. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പൊ നോക്കിയേ, ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞ സ്പീഡിന്റെ ഡയമെൻഷൻ എന്നാണ്? സ്പീഡിന്റെ ഡയമെൻഷൻ എന്നാണ്? LT raised to minus 1. LT raised to minus 1. വെലോസിറ്റിയുടെയും LT raised to minus 1. ആക്സലറേഷന്റെ LT raised to minus 2. വെരി ഗുഡ്. ഒരു ചോദ്യം ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എയിൽ നിന്ന് ഞാൻ ബി വരെ ട്രാവൽ ചെയ്തു. ഓക്കെ, അല്ല ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കോളേജ് വരെയും പോയി. വൈകുന്നേരം എന്നാ സംഭവിക്കുന്നത്? കോളേജിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം അങ്ങോട്ട് പോയപ്പം ഞാൻ ഒരു സ്പീഡിലാണ് പോയത്, അല്ല ഇത്ര കിലോമീറ്റർ ഇത്ര സമയം കൊണ്ട് പോയി. ഇങ്ങോട്ട് വന്നപ്പം മറ്റൊരു സ്പീഡിലാണ് പോയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സ്പീഡ് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡല്ലേ എടുക്കേണ്ടത്. കാര്യം മനസ്സിലായോ? ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ് പറയാൻ പോകുന്നത്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കാണുന്ന ഇക്വേഷൻ തന്നെ, പക്ഷെ അങ്ങോട്ട് പോയത് കൊടുക്കണം, ടു ആൻഡ് ഫ്രോ തിരിച്ചു വന്നത് കൊടുക്കണം. ദാറ്റ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. കാര്യം മനസ്സിലായോ? അതായത് ഞാൻ അങ്ങോട്ട് വന്ന് പോയി, അല്ലെങ്കിൽ ആദ്യം കുറച്ച് ദൂരം ഒരു സ്പീഡിൽ സഞ്ചരിച്ചു, പിന്നെ വേറൊരു സ്പീഡിൽ സഞ്ചരിച്ചു, അങ്ങനെയൊക്കെ ആണെങ്കിൽ മൊത്തം കാണാൻ അതിൻ്റെ ആവറേജ് എടുക്കണം. ആവറേജ് എടുക്കാൻ മൊത്തം ദൂരത്തെ മൊത്തം സമയം കൊണ്ട് ഹരിച്ചാൽ ആവറേജ് കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം എഴുതിക്കേ, ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്വസ്റ്റ്യൻ നമ്പർ 1. Question number 1. A boy take 30 minutes to reach his school. 30 മിനിറ്റ് കൊണ്ട് a boy reach his school 200 kilometer away from his home. ചോദ്യം മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി എടുക്കുന്നുണ്ടോ? A boy take 30 minutes to reach his school 200 kilometer away from his home, and he take 1 hour. And he take 1 hour to reach his home or house after his school. സ്കൂളിന് ശേഷം തിരിച്ച് വീട്ടിലെടുത്താൻ വേണ്ടി 1 മണിക്കൂർ എടുത്തു. അതായത് അങ്ങോട്ട് പോയപ്പം 200 കിലോമീറ്റർ, ഇങ്ങോട്ട് വന്നപ്പോൾ സെയിം ദൂരം തന്നെയാണ് അല്ലേ? അങ്ങോട്ട് പോയപ്പോൾ 200 കിലോമീറ്റർ പോകാൻ വേണ്ടി 30 മിനിറ്റ് എടുത്തു. ഇങ്ങോട്ട് വന്നപ്പം 200 കിലോമീറ്റർ പോകാൻ വേണ്ടി 1 മണിക്കൂർ എടുത്തു. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഓക്കെ, ചോദ്യം കിട്ടിയ? അതായത് അങ്ങോട്ട് 200 കിലോമീറ്റർ അല്ലേ? ശരിക്കും മീറ്റർ ആയിരിക്കും, ചോദ്യത്തിലെ മിസ്റ്റേക്ക് ആയിരിക്കും. 200 അങ്ങോട്ട് പോയി 30 മിനിറ്റ് കൊണ്ട്, ഇങ്ങോട്ട് വന്ന് 200 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ആദ്യത്തെ ചോദ്യമായിരുന്നു വാട്ട് ഈസ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് നമ്മൾ എന്നാ പറഞ്ഞേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ
അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് എടുത്താലേ ആവറേജ് ആവുള്ളൂ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 200 പ്ലസ് 200 ഡിവൈഡഡ് ബൈ സമയം 1 മണിക്കൂറിൽ 1 മിനിറ്റിലാണ് കിടക്കണേ അല്ലേ? അപ്പൊ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഉത്തരത്തിനെ ഒരേ യൂണിറ്റിലാക്കാം. അപ്പം ഒന്നെങ്കിൽ 30 മിനിറ്റിനെ 30 മിനിറ്റിന് എഴുതുക. 1 അവർ എത്ര മിനിറ്റ് ആണ്? 1 അവർ ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. അപ്പൊ ടോട്ടൽ ടൈം എത്രയാണ്? 90 മിനിറ്റ്. Then that is equal to divided by 90. That is equal to 400 divided by 90. രണ്ടെണ്ണം വെട്ടിക്കളയാം. 40 divided by 40 divided by 90. കണ്ടോ? അതാണ് അദ്ദേഹം സഞ്ചരിച്ച ആവറേജ് സ്പീഡ്. ഓക്കെ. ഇനി ഒന്ന് ശ്രദ്ധിക്കണം. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഏതാണ് നമ്മളുടെ? സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് SI യൂണിറ്റ് ഏതാണ് സമയത്തിന്റെ? അതാണ് ഞാൻ ചോദിച്ചത്. SI യൂണിറ്റ് സമയത്തിന്റെ എത്രയാണ്? സെക്കൻഡ്. അപ്പൊ നമ്മളിപ്പം മിനിറ്റിലല്ലേ ചെയ്തിരിക്കുന്നത്? അപ്പൊ സെക്കൻഡിലാക്കണമെങ്കിൽ എന്നാ ചെയ്യണം? സെക്കൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം അങ്ങനെ നിൽക്കട്ടെ. 40നെ എന്നാ ചെയ്യണം? ഡിവൈഡഡ് ബൈ 9ന്റെ കൂടെ എത്രയും കൊണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യണം? 60 സെക്കൻഡ് അല്ലേ ഒരു മിനിറ്റ്. അപ്പൊ താഴെ ഒരു 60 വരും. അപ്പം 40 ഡിവൈഡഡ് ബൈ 9 6 54 ഒരു 0 വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ ആ കൺസെപ്റ്റ് പറഞ്ഞു തന്നതാണ്. ഈ ചോദ്യത്തെ നമുക്ക് ഒന്നുകൂടെ 200 മീറ്റർ ആക്കി എഴുതി ചെയ്യാം. അപ്പൊ മോട്ടർ വൃത്തിയാവും. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? ആവറേജ് എടുക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ക്ലിയർ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എന്നാൽ ഈ ക്വസ്റ്റ്യനെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കിലോമീറ്റർ മാറ്റി മീറ്ററിലോട്ടൊക്കെ ആക്കി എഴുതിക്കുക. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ നമ്പർ 2. ആ കുട്ടി ആദ്യത്തെ 200 മീറ്റർ പോയത് എത്ര മിനിറ്റ് കൊണ്ടാന്ന് പറഞ്ഞേ? 30 മിനിറ്റ് കൊണ്ട്. 30 മിനിറ്റ് കൊണ്ട്. രണ്ടാമത് തിരിച്ചു വന്നത് 1 അവർ കൊണ്ട്. തിരിച്ചു വന്നത് 1 മണിക്കൂർ കൊണ്ട്. എങ്കിൽ ചോദ്യം എ, ഫസ്റ്റ് ഓപ്ഷൻ, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഈ ചോദ്യം ഞാൻ എന്തിനാ എഴുതിയെന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതി കിട്ടണം. മീറ്റർ പെർ സെക്കൻഡില് ആൻസറിനെ എഴുതണം. അപ്പൊ ഏത് ചോദ്യം തന്നാലും ആ ചോദ്യത്തിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലോട്ട് അല്ലെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ശരി. ചെയ്ത് തന്നാ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ച് അവസാനം ഉത്തരം എഴുതി കിട്ടണം. മീറ്റർ പെർ സെക്കൻഡിൽ ആൻസർ പറയണം. ആൻസർ ഈക്വൽ ടു എത്രയാണോ ദാറ്റ് മച്ച് ഓഫ് മീറ്റർ പെർ സെക്കൻഡ്. So the average speed is total distance divided by total time. That is equal to 200 meter plus 200 meter divided by 30 minute plus 1 hour. ആദ്യം 1 അവറിനെ മിനിറ്റിലോട്ടാക്കണം. അപ്പം 90 ആവും. 400 meter divided by 60 minute plus 30 minute plus 60 minute. That is equal to 400 divided by 90 minute. That is equal to 400 meter divided by 90 into 60 seconds. That is equal to 400 divided by 54 and 0. 5400. That much of meter per second. എത്രയാ? 0 കട്ട് ചെയ്ത് കളയാൻ. കിട്ടിയ ആൻസർ കിട്ടിയ ഫൈനൽ ആൻസർ എത്ര കിട്ടി?
4/54 കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നു. അത്ര എഴുതി നിർത്തി അല്ലേ? മതി, കരിക്കാൻ പോകണമെന്നില്ല. 4/54. ഇതെന്നാ വെച്ചാലേ, ഇങ്ങനെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഇതിനകത്ത് വേറൊരു ചോദ്യോടെ ചോദിക്കാം. ഇത് കണ്ടോ, ആദ്യത്തെ ഇത്ര മീറ്റർ 30 മിനിറ്റ് കൊണ്ടാ പോയെങ്കിൽ ആ കൊച്ച് സ്കൂളിലേക്ക് പോയതിന്റെ സ്പീഡ് എത്രയാ? സ്കൂളിലേക്ക് പോയപ്പോ ഒരു സ്പീഡ് ഇല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ടാ പോരെ? മനസ്സിലായോ? സ്പീഡ് ആദ്യം ഗോയിങ് ടു സ്കൂൾ. അതുപോലെ നമുക്ക് തിരിച്ചു വരുന്നപ്പോഴത്തെ സ്പീഡും കാണാം. അത് വേണേൽ അടുത്ത ചോദ്യമായിട്ട് വേണം നമുക്ക് ചെയ്യാം. സ്പീഡ് ഓഫ് റിട്ടേൺ. ഇങ്ങനെ ABC എന്ന് പറഞ്ഞ ഓപ്ഷനുകളിലൊക്കെ ചോദ്യം ചോദിക്കും. അപ്പൊ അങ്ങോട്ട് പോയത്തെ സ്പീഡ് എത്രയാ, ഇങ്ങോട്ട് വന്നത്തെ സ്പീഡ് എത്രയാ, ആവറേജ് സ്പീഡ് എത്രയാ? മനസ്സിലായോ? അപ്പൊ അങ്ങോട്ട് പോയ സമയത്തിന്റെ സ്പീഡും കൂടെ കണ്ടുപിടിച്ച്, ബിയും സിയും കൂടെ കണ്ടുപിടിച്ച്, അങ്ങോട്ട് പോയപ്പോഴുള്ള സ്പീഡ്, അതായത് അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് ബൈ അങ്ങോട്ട് പോയ സമയം, ഇങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് ബൈ ഇങ്ങോട്ട് പോയ സമയം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റർ പെർ സെക്കൻഡ് എല്ലാം മീറ്റർ പെർ സെക്കൻഡ് ചെയ്യണം കേട്ടോ. അതായത് ക്വസ്റ്റ്യന്റെ ഇത് ആൻസർ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇന്ന ഡാഷ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിലപ്പോൾ ചോദ്യത്തിന് ഓപ്ഷൻ കാണും. ഇല്ലെങ്കിൽ ഏത് ചോദ്യം തന്നാലും എല്ലാ ചോദ്യത്തിന്റെ ഉത്തരത്തിനെ SI യൂണിറ്റിൽ വേണം ഉത്തരം എഴുതാൻ. ഏതാണ്? SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്. ഡിസ്റ്റൻസിന്റെ ഏതാണ്? മീറ്റർ. ടൈമിന്റെ ഏതാണ്? സെക്കൻഡ്. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ഏതൊക്കെയായിരുന്നു ലക്ഷ്മി? 7 ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു? ഏതൊക്കെയാ പറഞ്ഞേ? പിന്നെ ഏതൊക്കെയായിരുന്നു? ഡിസ്റ്റൻസ്, ടൈം, പിന്നെ ടെമ്പറേച്ചർ കെൽവിൻ, പിന്നെ ലൂമിനസൻ ഇന്റൻസിറ്റി ക്യാൻഡല, പിന്നെ എന്നായിരുന്നു മറ്റേ ആറ്റോമിക് മാസ് യൂണിറ്റിന്റെ AMU കറണ്ട്, I ആംബിയർ, പിന്നെ മാസിയം. ഓർത്തിരിക്കണം കേട്ടോ. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റിൽ മാസിന്റെ ഏതിലേക്കാണോ ഉപയോഗിക്കുന്നത്, മാസിന്റെ കിലോഗ്രാമിലാണ്. അപ്പം ഏതാണോ ഓരോന്നിന്റെ യൂണിറ്റ് കിടക്കണേ ആ യൂണിറ്റിൽ വേണം നമ്മൾ ഫൈനൽ ആൻസർ ചെയ്യാൻ. യൂണിറ്റ് ശരിയാണെങ്കിൽ 1/2 മാർക്ക് കിട്ടും, ഉത്തരം തെറ്റിയാലും. പക്ഷെ ഇപ്പൊ 3 മാർക്ക് ചോദ്യമാണെങ്കിൽ ആ ക്വാണ്ടിറ്റി എല്ലാം പെറുക്കി എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും. ചെയ്യുന്നതിന് 1 മാർക്ക്, പിന്നത്തെ 1 മാർക്ക് ഫൈനൽ ആൻസർ ശരിയാക്കുന്നതിന്, 1/2 മാർക്ക് ഫൈനൽ ആൻസറിനും, 1/2 മാർക്ക് യൂണിറ്റിനും. അപ്പൊ യൂണിറ്റ് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. എന്നാ പറഞ്ഞേ, കൊച്ചു അങ്ങ് പോയപ്പോഴത്തെ സ്പീഡും ഇങ്ങ് വന്നത്തെ സ്പീഡും എത്രയായിരുന്നു? ചെയ്തോ? അങ്ങ് പോയപ്പോഴത്തെ സ്പീഡ് 2/18 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡിലോട്ടൊക്കെ ആക്കിയില്ലോ അല്ലേ? 2/18 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങോട്ട് വന്നപ്പോഴോ? ചെയ്യുന്നുള്ളൂ. തിരിച്ചു വന്ന സ്പീഡ് എത്രയാ? അല്ല മറ്റേ പാട് പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞാൽ മതി. എത്രയായിരുന്നു? ഫ്രാക്ഷനിൽ പറഞ്ഞാൽ മതി. 20/6 മീറ്റർ പെർ സെക്കൻഡ്. 20/6 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ 3 രീതി ചോദിക്കാം കേട്ടോ. ഒന്ന്, അങ്ങോട്ട് പോയപ്പോൾ നമ്മളുടെ ആൾ പോയതിന്റെ സ്പീഡ്, ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ആളിന്റെ സ്പീഡ്, ദെൻ ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കാണാൻ എന്നാ ചെയ്യണം? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എപ്പോഴും ചെയ്തിരിക്കണം. ഇവിടെ നോക്കി, ഇത് തെറ്റാണ് ശ്രീലക്ഷ്മി. മനസ്സിലായ സംഭവം എന്നാണ്? ഡിസ്റ്റൻസ് 200 മീറ്റർ ഡിവൈഡ് ബൈ ടൈം. ടൈം എന്ന് പറയുമ്പം 1 hour. 1 hour എന്ന് പറയുമ്പോൾ ആദ്യം 60 മിനിറ്റ് ഉണ്ട്. 1 മിനിറ്റിൽ 60 സെക്കൻഡ് വീതമുണ്ട്. അപ്പൊ എത്ര പറ്റും? 200 ഡിവൈഡഡ് ബൈ 36, 20 വെട്ടിപ്പോയാല് 2/36. കണ്ടോ? ഇത് രണ്ടുമാണ് ആ സ്പീഡ്. അങ്ങോട്ട് പോയപ്പോഴുള്ള സ്പീഡ് 2/18, തിരിച്ചു വന്ന ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം 2/36. ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ്സ് ഈക്വൽ ടു 4/54. Question number 3. Question is പോലെ, a car moves with 20 km/h. Kilometer per hour.
അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അതെ ആദ്യമേ അറിയണം. ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി, അപ്പോൾ ആദ്യ യാത്രയിൽ 20 കിലോമീറ്റർ പെർ അവറിലാണ് അത് സഞ്ചരിച്ചത്. ആൻഡ് ദ നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി കാർ മൂവ്സ് വിത്ത് 40 കിലോമീറ്റർ പെർ അവർ. The car moves 60 കിലോമീറ്റർ. ഇപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എത്രയത്? 60 കിലോമീറ്റർ. ആദ്യത്തെ ഹാഫ് എത്രയായിരിക്കും? 30 കിലോമീറ്റർ. പിന്നത്തെ ഹാഫും 30 കിലോമീറ്റർ ആയിരിക്കും. ശരിയല്ലേ? ആ അർത്ഥം അതിനകത്ത് മനസ്സിലാകണം. The car covers 60 കിലോമീറ്റർ. What is the average speed? ആദ്യം എല്ലാത്തിന്ന് ഡിസ്റ്റൻസിനകത്ത് സമയം കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ചോദ്യം കിട്ടിയോ? ഇവിടെ വായിക്കാം. എ കാർ മൂവ്സ് വിത്ത് 20 കിലോമീറ്റർ പെർ അവർ ഫോർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ജേർണി. അങ്ങോട്ട് പോയത് എങ്ങോട്ടെല്ലാം പോട്ടെ, ഒരു വഴിക്ക് പോയി കൃത്യം പകുതി ഫസ്റ്റ് ഹാഫ്, പകുതി ദൂരം 20 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയി. രണ്ടാമത് സ്പീഡ് കൂട്ടി 40 കിലോമീറ്റർ പെർ അവർ. ആൻഡ് ദ നെക്സ്റ്റ് ഹാഫ് കാർ മൂവ്സ് വിത്ത് 40 കിലോമീറ്റർ പെർ അവർ, ആൻഡ് ദ കാർ കവേഴ്സ് 60 കിലോമീറ്റർ. 60 കിലോമീറ്റർ കവർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ പകുതി എത്ര കിലോമീറ്റർ ആയിരിക്കും? 30 കിലോമീറ്റർ. രണ്ടാമത്തെ പകുതി 30 കിലോമീറ്റർ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? അപ്പം ആവറേജ് സ്പീഡ് കാണാൻ നമുക്ക് എന്നാ വേണം? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആദ്യത്തേനകത്ത് സ്പീഡ് തന്നിട്ടല്ലേ, സ്പീഡും ഡിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വെച്ചിട്ട് ഇതിനകത്തെ സമയം കണ്ടുപിടിക്കണം. ആദ്യത്തേൻ്റെ T1 കണ്ടുപിടിക്കണം, രണ്ടാമത്തേൻ്റെ T2 കണ്ടുപിടിക്കണം. മൊത്തം ഡിസ്റ്റൻസ് 60 ആണ്. അപ്പോൾ 60 കിലോമീറ്റർ അതിനെ മീറ്റർ ആക്കണം. ഡിവൈഡഡ് ബൈ T1 ഇൻ സെക്കൻഡ് പ്ലസ് T2 ഇൻ സെക്കൻഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ആ T1ഉം T2ഉം കണ്ടുപിടിച്ച് ഈ ആൻസർ ചെയ്തെടുത്തേ പെട്ടെന്ന്. അതായത് ആദ്യത്തെ പകുതിയിൽ ഈ സ്പീഡിൽ പോയി, മനസ്സിലായില്ലേ? 30 കിലോമീറ്റർ ഇങ്ങനെ പോയി. രണ്ടാമത്തെ പകുതിയിൽ ഇങ്ങനെ പോയി. അപ്പം നമുക്ക് കിട്ടേണ്ടത് ആവറേജ് സ്പീഡാണ്. അത് മനസ്സിലായല്ലോ? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്നാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ സമയം. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയണത് നമുക്കറിയാം 60 അല്ലേ, അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോകുന്നു. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ. സമയം പക്ഷെ തന്നിട്ടില്ലല്ലോ. ഇതിൻ്റെ വെലോസിറ്റി തന്നേക്കുന്നത്, ഇവിടെയും വെലോസിറ്റി തന്നേക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയും ഡിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എന്ന ടൈം കണ്ടുപിടിക്കാൻ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അല്ലേ. അങ്ങനെ ആദ്യത്തെ ഇതിനെടുത്ത സമയം T1 കണ്ടുപിടിക്കുക, രണ്ടാമത്തേനെടുത്ത സമയം T2 കണ്ടുപിടിക്കുക. അപ്പോൾ വേണ്ട എല്ലാ കാര്യവുമായി, ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ടോട്ടൽ ഡിസ്റ്റൻസിന് അതാ ഞാൻ ഫൈനൽ ഒരു ഇക്വേഷൻ അങ്ങ് എഴുതിയത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ടൈം. അങ്ങോട്ട് പോയ ടൈമും ഇങ്ങോട്ട് പോയ ടൈമും സെക്കൻഡിൽ കൂട്ടിയെടുക്കണം. T1 ഇൻ സെക്കൻഡ് പ്ലസ് T2 ഇൻ സെക്കൻഡ്. ചുമ്മാ ടൈം കൂട്ടി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആക്കണം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ബ്രാക്കറ്റ് മീറ്റർ നിന്നും സെക്കൻഡ് നിന്നും ഇട്ടേ ഉള്ളൂ. മനസ്സിലായോ? നല്ല ചോദ്യം. സ്പീഡ് തന്നിട്ട് അതിനകത്ത് സമയം കണ്ടുപിടിച്ച് ആവറേജ് സ്പീഡ് കാണണം. ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ ലക്ഷ്മി? ഹലോ. അപ്പൊ ആദ്യം എന്നാ കണ്ടുപിടിക്കണം? T1 കണ്ടുപിടിക്കണം, പിന്നെ T2 കണ്ടുപിടിക്കണം, പിന്നെ അത് രണ്ടോടെ കൂട്ടി മൊത്തം ടോട്ടൽ T കണ്ടുപിടിക്കണം. പിന്നെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം, അതിനെ ടോട്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ മീറ്ററിലോട്ട് കണ്ടുപിടിക്കണം, എന്നിട്ട് ഹരിക്കണം. ഓക്കെ, മനസ്സിലായി? ഇപ്പം ചെയ്തെടുത്തേ.
അപ്പം ആദ്യം ഇവൻ സഞ്ചരിച്ചത് എത്രയാ 20 km/h 30 കിലോമീറ്റർ പോയി അല്ലേ? അപ്പൊ T1 കണ്ടുപിടിക്കാൻ പോവാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. Therefore time is equal to distance by speed. ശരിയല്ലേ? That is equal to 30 kilometer divided by 20 km/h. അപ്പോൾ 30 divided by 20 എത്രയാ? 1.5 ആണോ? 3/2 1.5 km/h. നമ്മൾ അങ്ങനെ അവിടെ ഇരുന്നോട്ടെ, ഇപ്പോഴേ സെക്കൻഡിലോട്ട് മാറ്റണ്ട. ശ്രീലക്ഷ്മി കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 44.44 meter/second. മീറ്ററിലോട്ട് മാറ്റിയായിരുന്നു അല്ലേ? മീറ്ററിലോട്ട് സെക്കൻഡിലോട്ട് മാറ്റി. ഇത് പിന്നെ അനങ്ങാതിരിക്കട്ടെ അവിടെ. രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കുക. T2 is equal to same distance divided by 40 km/h. അപ്പൊ എത്ര കിട്ടും? 3/4 4/3 0.75 ആണോ? 0.75 km/h. ഇപ്പൊ T1ഉം T2ഉം കിട്ടി. ടോട്ടൽ T എത്രയാണ്? T equal to T1 plus T2. That is equal to 1.5 plus 0. എടോ ടൈം അല്ല, അപ്പൊ km/h അല്ലല്ലോ. ദാറ്റ് മച്ച് ഓഫ് അവർ. കിലോമീറ്ററും വെട്ടിപ്പോയി അല്ലേ? 1.5 ഡിവൈഡ് പ്ലസ് 0.75 എത്ര കിട്ടി? 2.25. 2.25 അവർ അല്ലേ? അപ്പൊ അതിനെ സെക്കൻഡിലോട്ട് ആക്കണം. 2.25 ഇൻറ്റു 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ്. എത്ര കിട്ടി? തെറ്റിയോ? പിന്നെ എനിക്ക് എളുപ്പമുണ്ട്, ഇവിടെ കൊണ്ട് നിർത്താലോ. അതിവിടെ ഒരു 60 ഇട്ട് കാണിയല്ലേ? മണിക്കൂറല്ലേടോ, സെക്കൻഡിലോട്ടാക്കാൻ. ആദ്യം മിനിറ്റിലോട്ടാക്കാൻ ഒരെണ്ണം കൊണ്ട് ഗുണിക്കണ്ടേ? മിനിറ്റിലായോ തീർന്നോ? ഇല്ലല്ലോ, വീണ്ടും സെക്കൻഡിലോട്ടാക്കാൻ ഗുണിക്കണ്ടേ? ഇത് ചെറിയ തെറ്റ് മതി, മൊത്തം ഉത്തരം അപ്പൊ തെറ്റായിരിക്കും. ചെയ്തോണ്ട് വാ, ഞാനിവിടെ നിർത്തുവാണേ. ബാക്കി ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യാം. ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, കിട്ടിയ ആൻസർ പറഞ്ഞേ. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയ? 0.74. അവിടെ നിൽക്കട്ടെ, ശരിയാണോ നോക്കാം. ഇപ്പൊ T എത്ര കിട്ടി? 6636 ഇൻറ്റു 2.25 എത്ര കിട്ടി? ഈ ആൻസർ എത്ര കിട്ടണേ? T എത്ര കിട്ടി? 8100. 8100 സെക്കൻഡ് അല്ലേ? വെരി ഗുഡ്, അത് ശരിയാണ്. ഇപ്പൊ ഡിസ്റ്റൻസ്, ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, അവിടെ തെറ്റിച്ച് കാണും വീണ്ടും. 60 കിലോമീറ്റർ അല്ലേ? കിലോമീറ്ററിന്റെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം അല്ലേ? 1000 മീറ്റർ ഒരു കിലോമീറ്റർ അല്ലേ? 60 ഇൻറ്റു 1000 അപ്പം 6030. ശരിയാണോ? ഹലോ, തെറ്റിയോ? വേഗം പറ, തെറ്റിയോ? ശരിയാ, എന്നാ തെറ്റിയില്ല, പോട്ടെ. അപ്പൊ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് 600 ഡിവൈഡ് ബൈ 8120. 2 വെട്ടിക്കളയാം. 600 ഡിവൈഡഡ് ബൈ 81
എത്രയാണ്? ഞാൻ ഡിവൈഡ് ചെയ്ത് തെറ്റിപ്പോയത്. അതുവരെയുള്ളത് ശരിയാ. ഇപ്പൊ ഇന്ന് എങ്ങനെയാ അറിഞ്ഞേ? ഇപ്പൊ ഇന്ന് ആരും പറഞ്ഞില്ലല്ലോ. 600/81 എത്രയാ? അത് ചെയ്യുക, നല്ല ആൻസർ അറിയത്തുള്ളൂ. 600/81 that's equal to 7.40. 7.40 അത്രയും മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? തെറ്റിയില്ലേ? അപ്പം എന്ത് വലിയ തെറ്റാന്ന് നോക്കിയേ. സ്പീഡേ ഇല്ല ഇവിടെ. ആൾ ഓടിയപ്പോ 1 കിലോമീറ്റർ പെർ സ്പീഡ് പോലും ഇല്ല. 0 ആളെ ഈ ആണ്ടി അങ്ങ് ചെല്ലു പോലും ഇല്ല. 7 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു കേട്ടോ. ആൻസർ ഇതാണ് 7.40. ഇനി ഞാനൊരു വലിയ ഐഡിയ പറയാം. ഈ 7.40നെ ഇപ്പൊ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അതായത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 7.40 ആണെങ്കിൽ അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതൊന്ന് ഓർത്തിരുന്നേക്കണം കേട്ടോ. 18/5 എന്തിനാണ് ഉപയോഗിക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി. ചെയ്ത് നോക്കിക്കേ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ സെക്കൻഡ് ആക്കാനല്ലേ? That means അതേ ഇൻറ്റു 1000 കിലോമീറ്റർ പെർ അവർ ചെയ്ത് നോക്കി അങ്ങനെ വരുമെന്ന്. ഇതിന്റെ ആൻസർ കിട്ടില്ല അല്ലേ? ഫൈനൽ ആൻസർ ഈസ് 7.40 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. അപ്പം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണ് 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. 3.6 ഓർക്കുന്നല്ലേ എളുപ്പം. 18/15 അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പഠിപ്പിക്കുന്നത്. അല്ലെ ഞാനിത് പഠിപ്പിക്കാൻ കാരണം നമുക്ക് പ്രോബ്ലം കിട്ടിയാലേ യൂണിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റണേ സടവിടാൻ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ. അതായത് നമുക്കിപ്പോ കിട്ടിയ ആൻസർ ഇതിലാ 3.6. ഇപ്പൊ കിട്ടിയ ആൻസർ ഇതിലാ പറഞ്ഞേ. ഇപ്പൊ കിട്ടിയ ആൻസർ 7.40 എന്നായിരുന്നു. ഇത് തെറ്റാ, അത് പോട്ടെ. 7.40 കിട്ടിയിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇനി നമുക്ക് കിടക്കുന്ന ഉത്തരം അല്ലെ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വേറെ നാളെ എൻട്രൻസിന് വല്ലതും പോകുമ്പോൾ ഒരു ചോദ്യം കിലോമീറ്റർ പെർ അവറിലോട്ട് മീറ്റർ പെർ സെക്കൻഡിന് ആക്കാൻ വേണം 7.40 ഇൻറ്റു 18/5 3.6 അല്ലേ? അല്ലെങ്കിൽ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും കിലോമീറ്റർ പെർ അവർ ആയി മാറും. മനസ്സിലായോ? ദാറ്റ്സ് എ വെരി നൈസ്. നല്ല ഒരു സാധനം ഓർത്തിരിക്കാൻ. അതറിയാമെങ്കിൽ നേരെ മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവർ തെറ്റിക്കല്ലേ കേട്ടോ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടി 18/5 അല്ലെങ്കിൽ എത്രയാ 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എഴുതിയെടുത്തേ. അപ്പം തിരിച്ച് നമുക്ക് ചെയ്യണം. അപ്പം നോക്കി ഒന്ന് ചെയ്തു നോക്കി. നമ്മൾ ഉത്തരം എല്ലാം കിലോമീറ്റർ അവർ പെർ കണ്ടുപിടിച്ചാൽ മതി. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി എന്നെങ്കിൽ ഇതിന്റെ റെസിപ്രോക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3.6 കൊണ്ട് ഹരിക്കുക. രണ്ടും ഹരിക്കുക എന്ന് ഉദ്ദേശിച്ച ഹരിക്കാനാണ് റെസിപ്രോക്കൽ എടുത്ത് ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. ഒരു ഉത്തരം മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയാൽ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം. കിലോമീറ്റർ പെർ അവർ കിട്ടിയാൽ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. 18/5 കിലോമീറ്ററിലോട്ട് മാറ്റാൻ 5/18 മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാം. മനസ്സിലായില്ലേ? ഇപ്പൊ രണ്ടു വാക്ക് ഉത്തരം കിട്ടുന്നില്ലേ? ഇത് 7.40 അല്ലായിരുന്നോ? 7.40നെ 18/5 കൊണ്ടല്ല 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം
എത്ര കിട്ടി? 26.64 കിട്ടി. ഇവിടെ 26.64നെ 3.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7.40 കിട്ടും. That means we can very easily convert kilometer per hour to meter per second and meter per second to kilometer per hour.